ജെൻസി പിള്ളേർ റാപ്പുകൾ ഇഷ്ടപ്പെടുന്ന കാലമാണിത്. എന്നാൽ നാടൻ പാട്ട് തുടങ്ങിയാൽ റാപ്പൊക്കെ മറന്ന് കുട്ടികൾ വൈബാകുന്ന കാഴ്ചയാണ് കലോത്സവ വേദിയിൽ കണ്ടത്. തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ത്രസിപ്പിക്കുന്നതായിരുന്നു നാടൻ പാട്ട് മത്സരം. നാട്ടുമണമുള്ള ചെമ്പകമാണ് ആറാം വേദി. പല ദേശങ്ങളെയും സംസ്കൃതിയെയും ഓർമ്മപ്പെടുത്തുന്ന നാടൻ പാട്ടുകൾ ചെമ്പകച്ചോട്ടിൽ പെയ്തു തോർന്നു. ജെൻസി പിള്ളേർക്ക് റാപ്പിനോടാണ് കമ്പം. എന്നാൽ ഇവരുടെ മനസ്സും കീഴടക്കുന്നതായിരുന്നു നാട്ടുപാട്ടിന്റെ നാടൻ വൈബ്. ഇപ്പോഴത്തെ നാടൻ പാട്ട് അടിപൊളിയൊക്കെ തന്നെയല്ലേ, കൊള്ളായിരുന്നു. അത് വൈബ് കണ്ടില്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് നാടൻ പാട്ടിനോടെ കൂടുതൽ വൈബ് മനസ്സിലായില്ല, ആൾക്കാരാണ് മനസ്സിലായി. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. ബട്ട് റാപ്പിലുണ്ടെങ്കിൽ ഒരു ഫോക്ക് ഉണ്ടല്ലോ, ഫോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ ഒരു ക്ലാസിക്കലാണെങ്കിലും അതിൻ്റെ ഫോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പഴമയുണ്ട്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എത്രയൊക്കെ പോയാലും അതിൻ്റെ അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഫോക്കിനോട് കൂടുതൽ ആഗ്രഹമുണ്ട്. കുറേ പാട്ടുകൾ വരുന്നുണ്ട് ഫോക്കാണെങ്കിലും. ഇപ്പോൾ ലാസ്റ്റ് മറ്റേ അയ്യപ്പന് മോശം പാട്ട്, അതൊക്കെ ഇതിന് കുറേ കിട്ടുന്നുണ്ട് അവസരങ്ങൾ. നമ്മളറിഞ്ഞതും അറിയാത്തതുമായ നിരവധി സംസ്കാരങ്ങളോടും ചടങ്ങുകളോടും ലയിച്ചു കിടന്ന സംഗീതം വേദിയിൽ വിസ്മയങ്ങളായി. മണ്ണിനോട് ചേർന്ന മണ്ണായി മാറിയ മനുഷ്യരുടെ കഥകളും കഥനങ്ങളും പാട്ടായി. മലപ്പുറം വളാഞ്ചേരി മേഖലയിലെ കണക്ക സമുദായം മരിച്ചവരെ പ്രീതിപ്പെടുത്താൻ പാടുന്ന ദൈവം വിളി അല്ലെങ്കിൽ പ്രേതപ്പാട്ട്. ഉത്തര മലബാറിന്റെ തൊണ്ടച്ചൻ, ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങളുടെ തോറ്റം. വയനാട്ടിലെ തേനുക്കുറുമ്പ വിഭാഗം തേൻ ശേഖരണത്തിനിടെ പാടുന്ന തേൻപാട്ട്. വിഷ്ണുമായ കളമെഴുത്തുപാട്ട് തുടങ്ങി തെക്ക് മുതൽ വടക്ക് വരെ പരന്നുകിടക്കുന്ന നാട്ടുതാളങ്ങൾ സദസ്സിന്റെ മനം നിറച്ചു. ക്യാമറ പേഴ്സൺ അലോഷിക്കൊപ്പം നിഖിൽ അളവൂർ, ടീം ന്യൂസ് മലയാളം.